നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1201 എടവ സംക്രമം അശ്വതി നക്ഷത്രത്തിലാണ്. എടവം 1 ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ചന്ദ്രനും കുജനും, എടവത്തിൽ ആദിത്യനും ബുധനും, മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും ഗുളികനും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ടാകും? ശനി മീനം രാശിയിൽ തുടരുന്നതും വ്യാഴം മിഥുനത്തിലേക്ക് പ്രവേശിച്ചതും സൂര്യൻ എടവത്തിൽ നിൽക്കുന്നതും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക? തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം എന്നീ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ മാസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ ഉത്രട്ടാതി നക്ഷത്രം വരുന്ന മീനം രാശിയിലാണ് ശനിയുടെ സ്ഥിതി. ഇത് 7ാം ശനിയിലെ ജന്മശനിയുടെ കാഠിന്യം സൂചിപ്പിക്കുന്നു. സൂര്യനും ബുധനും ഇടവം രാശിയിൽ നിൽക്കുന്നു. വ്യാഴവും ശുക്രനും മിഥുനം രാശിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ശനി സ്വന്തം രാശിയിൽ നിൽക്കുന്നത് ചില വെല്ലുവിളികൾ തരുന്നുണ്ടെങ്കിലും ഭാഗ്യ അധിപനായ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം വലിയ ആശ്വാസമാണ് ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നത്. തൊഴിൽ മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം അനുഭവവേദ്യമാകുക. വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നതിനാൽ പുതിയ തൊഴിൽ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതുമാണ്. എങ്കിലും ജന്മശനി തുടരുന്നതിനാൽ ജോലിക്കിടയിൽ ചെറിയ അസ്വസ്ഥതകളോ സഹപ്രവർത്തകരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടവമാസത്തിൻ്റെ പകുതിയോടെ പുരോഗതി ഉണ്ടാകുന്നതാണ്. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ്. പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമാകുന്നതും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരിച്ചു വരുവാനോ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴവും ശുക്രനും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹം ആലോചിക്കുന്നവർക്ക് ശുഭവാർത്ത നൽകുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിദേശയാത്രയിലോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഇവർക്ക് സമയക്കുറവ് മൂലം പല ജോലികളും ചെയ്തു തീർക്കാൻ പറ്റാതെ വരുന്നതാണ്. അയൽവക്കക്കാരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ്. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് സമൂഹമധ്യത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശനി ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ കാലുകൾക്കോ അസ്ഥികൾക്കോ വേദനകൾ ഉണ്ടായേക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളും മറ്റുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ്. ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യായാമവും പ്രാർത്ഥനയും മനസ്സിന് ശാന്തി നൽകുവാൻ സഹായിക്കുന്നതുമാണ്. ദോഷഫലങ്ങൾ കുറക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഈ നക്ഷത്രക്കാർ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാജനം വഴിപാട് കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും മാനസികമായ കരുത്ത് നൽകുന്നതുമാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതുമാണ്.
പൊതുവെ പോസിറ്റീവായ കാര്യങ്ങൾ ധാരാളം നടക്കാനിടയുള്ള മാസമാണ് ഇടവം. ജന്മശനിയുടെ കാഠിന്യം ഭയപ്പെടേണ്ടതില്ല. ക്ഷമയോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് നീങ്ങിയാൽ വിജയം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇടവമാസത്തിലെ 5, 20, 30 തീയതികൾ അനുകൂലമാണ്. ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നേരിടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക. കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ്. സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സർവേശ്വര അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.